പേരൊരു ഫുൾ ടൈം പ്രതിപക്ഷ നേതാവ് വേണമെന്നുള്ളൊരു അഭിപ്രായം അങ്ങിക്കുണ്ട്. ലോക്സഭയിൽ രാജ്യത്ത് തന്നെ വേണം. നിങ്ങൾ കോൺഗ്രസ്സുകാരോട് ചോദിച്ചു നോക്ക്. ഉത്തരേന്ത്യയിലെ പല കോൺഗ്രസ്സുകാരും പറഞ്ഞു എവിടെയാണ് മൂപ്പർ പോയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരാഴ്ച കഴിഞ്ഞാൽ BMW അവിടെ ഇല്ലേ അല്ലോ. അല്ലെങ്കിൽ ഇവിടെ തന്നെയുണ്ടല്ലോ ആ BMW കാറുകൾ. ഇവിടെ ആൾക്കാർക്ക് ഇവിടെ പാർലമെന്റിലേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ കയറ്റിയിട്ട് പാർലമെന്റ് ചുറ്റും ഒരു റൗണ്ട് അടിച്ചാൽ പോരെ. എന്നാൽ കേരളത്തിലെ പല MP പോലും കോൺഗ്രസ് MP പോലും രഹസ്യമായി പറയുന്നുണ്ട് മൂപ്പർ ഇവിടെ ഉണ്ടാകണമെന്നായിരുന്നു. അതായത് പ്രതിപക്ഷം പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന 3 ബില്ലുകൾ ദോശ ചുട്ടെടുക്കുന്ന പോലെയല്ലേ ചുട്ടെടുത്തത്. ലോക്സഭയിൽ ഒരു ഫുൾ ടൈം പ്രതിപക്ഷ നേതാവ് വേണമെന്നുള്ളൊരു അഭിപ്രായം അങ്ങിക്കുണ്ട്. ലോക്സഭയിൽ രാജ്യത്ത് തന്നെ വേണം. എന്താ കാരണം വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞ ഒരു വ്യക്തിക്കെതിരെയല്ല, പക്ഷേങ്കിൽ ഇത്രയും പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ പാർലമെന്റിൽ നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകണമെന്നുള്ള കാര്യത്തിൽ ആ പാർട്ടി തന്നെ രണ്ടഭിപ്രായമില്ല. നിങ്ങൾ കോൺഗ്രസ്സുകാരോട് ചോദിച്ചു നോക്ക്. ഉത്തരേന്ത്യയിലെ പല കോൺഗ്രസ്സുകാരും പറഞ്ഞു എവിടെയാണ് മൂപ്പർ പോയിരിക്കുന്നത്. മൂപ്പറെ കുറിച്ച് പറയുന്നത് എന്താണ്? ഇവിടെ ഈ ആൾക്കാർ രാവും പകലും ഇരുന്നിട്ട് ഈ ബില്ലിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ അവിടെ മേഴ്സഡസ് എന്താണ് ഏത് വണ്ടിയാണ് BMW മോട്ടോർ ബൈക്ക് പരിശോധിക്കുന്നു, കാറിൽ കയറി പരിശോധിക്കുന്നു. അദ്ദേഹത്തിന് ഒരാഴ്ച കഴിഞ്ഞാൽ BMW അവിടെ ഇല്ലേ. ആ കമ്പനി പോവുക, അവിടുന്ന് പൂട്ടിപ്പോവുക. ഇന്ത്യയിലുള്ള കമ്പനിയൊന്നുമല്ലോ പെട്ടെന്ന് പൂട്ടിപ്പോകാൻ വേണ്ടി, അവിടുത്തെ കമ്പനിയല്ലേ. ആ കമ്പനി ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് വീണ്ടും ആ കാറിൽ കയറാലോ. അല്ലെങ്കിൽ ഇവിടെ തന്നെയുണ്ടല്ലോ ആ BMW കാറുകൾ. ഇവിടെ ആൾക്കാർക്ക് ഇവിടെ പാർലമെന്റിലേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ കയറ്റിയിട്ട് പാർലമെന്റ് ചുറ്റും ഒരു റൗണ്ട് അടിച്ചാൽ പോരെ. എന്നാൽ ഇതൊന്നും ഞാൻ പറയണതല്ല, ഇത് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട MP ഞങ്ങളോട് പങ്കുവെച്ച കാര്യമാണ്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു വിവാദം ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ്. കേരളത്തിലെ പല MP പോലും കോൺഗ്രസ് MP പോലും രഹസ്യമായി പറയുന്നുണ്ട് മൂപ്പർ ഇവിടെ ഉണ്ടാകണമെന്നായിരുന്നു. നിങ്ങൾ പോയി ചോദിക്കുക. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതൊക്കെ മാറ്റിയിട്ട് ഈ കമ്പ് കണയൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ നേരെ ഒന്ന് പോയിട്ട് അവരോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ച് നോക്കി. അവർ പറയും, ഉള്ള കാര്യം പറയും. പക്ഷേ നിങ്ങൾ ഈ ഫോണിലൊന്നും എടുക്കരുത്. നിങ്ങൾ ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്താതെ മനസ്സ് തുറന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു 1/2 ഡസൻ MP അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കും എന്ത് പറയും ഈ ഫുൾ ടൈം. അതായത് മൂപ്പർ ഉണ്ടായിരിക്കണമെന്ന്, മൂപ്പർ പാർലമെന്റിൽ ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഉണ്ടായിരിക്കണമെന്ന്. വേണ്ടേ പ്രതിപക്ഷ നേതാവ് വേണ്ടേ? ഞാൻ ഈ ഒരു ആഴ്ചത്തെ സംഭവവാസങ്ങൾ നോക്ക്. അതായത് പ്രതിപക്ഷം പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന 3 ബില്ലുകൾ ദോശ ചുട്ടെടുക്കുന്ന പോലെയല്ലേ ചുട്ടെടുത്തത്. ഇപ്പം രാഹുൽ ഗാന്ധിയെ പോലെ ജനപ്രീതി ഇൻവെർട്ടർ കോമ ഉള്ള ഒരു നേതാവ് ഈ പ്രതിപക്ഷത്തെ നയിക്കുന്ന രീതിയിൽ പാർലമെന്റിൽ ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഗുണം എന്താണെന്നറിയോ? ഇതൊരു പദവിയാണ് ആൾക്കാർ സ്വാഭാവികമായിട്ട് വാർത്ത ക്ഷണിച്ചു വരുത്തുന്നത് അല്ലേ, പദവിയല്ലേ. ഇപ്പം ഞാനെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എനിക്കൊരു പദവി ഉണ്ടെങ്കിലാണ് ആ പദവിയാണ് വാർത്തയ്ക്ക് വരുന്നത്. അദ്ദേഹം ഈ തെരുവിലേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ലോകത്തിലെ എത്രയോ രാജ്യങ്ങൾ ഉറ്റുനോക്കി അവിടെ നടപ്പിലാക്കിയൊരു പദ്ധതിയാണ്. അതായത് ഗ്രാമീണ രംഗത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ഒരു രാജ്യം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയായി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ എഴുതിയ പ്രതിപാദിച്ചൊരു പദ്ധതിയാണ് അമർത്യ സെൻ ഉൾപ്പെടെയുള്ള. അതിർ രഞ്ജൻ ചൗധരിയെ വെച്ച് നോക്കുമ്പോഴത്തേക്കും രാഹുൽ ഗാന്ധി ഇപ്പോൾ പരാജയമാണെന്ന് പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ അതിലേക്കൊന്നും പോക്കില്ല. എൻ്റെ ഒരു ഒറ്റ അഭിപ്രായമുള്ളൂ, നിങ്ങൾ കോൺഗ്രസിൻ്റെ സമന്വിതരായ നേതാക്കന്മാരോടും MP ചോദിച്ച് നിങ്ങൾ സ്വന്തം നിലയ്ക്കൊരു അഭിപ്രായം സ്വരൂപിക്കുക. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അനിവാര്യമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കം. ഇത് കോൺഗ്രസിന്റെ ആഭ്യന്തരകാരിയല്ലേ. എന്താ കാരണം വെച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് വേണ്ടിയിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചത് ഇടതുപക്ഷമല്ല. ആദ്യത്തെ ചോദ്യം ഉന്നയിച്ചത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ DMK നേതാവാണ് ചോദിച്ചത്. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു എന്നുള്ളത്. പിന്നെ നേരത്തെ തീരുമാനിച്ച പരിപാടിയാണെന്ന് പറയരുത്. എന്താ കാരണം വെച്ചാൽ ഇന്ത്യയുടെ പാർലമെന്റ് സമ്മേളനത്തിന്റെ കലണ്ടർ പരിശോധിക്കുന്ന ഒരു എത്ര കാലമായി രണ്ടു കൊല്ലം കൊണ്ട് തനിക്കറിയില്ലോ ഇവിടുത്തെ വിന്റർ സെഷൻ എപ്പോഴാണ്? അതെന്താടോ രാഹുൽ ഗാന്ധിക്ക് അറിയാതെ പോയി? ഇന്നലെ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞത് 15-ാം തീയതി തീരുമെന്ന് കരുതിയെന്ന. 15-ാം തീയതിയാ? മൂപ്പർ കണക്കെറ്റിപ്പോയതാ. അതായത് മൂപ്പറോട് പറഞ്ഞ് 15 സിറ്റിംഗ്സ് ഉള്ള സെഷനാന്നുള്ള 15 days സിറ്റിംഗ്സ് ആണ്. അവൻ മൂപ്പർക്ക് തെറ്റിപ്പോയതാ. അല്ല, നിങ്ങൾ ഇങ്ങനെയുള്ള ചില ആൾക്കാർക്ക് അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ തിരുത്തി കൊടുക്കാനുള്ള ബാധ്യത നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്കില്ലേ? നിങ്ങൾക്ക് ഭയങ്കര അല്ല. അത് ഞാനിപ്പോൾ സുരേഷ് കൊടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ രാഹുൽ ഗാന്ധി സുരേഷ് കൊടുക്കുന്നതിലേക്ക് പോയി. അത് രാഹുൽ ഗാന്ധിയോട് ചെയ്യുന്ന വലിയൊരു ജനപ്രീതി രാഹുൽ ഗാന്ധി ഇൻവെർട്ടർ കോമ അത് കോൺഗ്രസ് തന്നെ പറയുന്നത്. കേരളത്തിൽ അത്ര പ്രീതിയില്ലാന്നാണ്.
അതൊക്കെ നമ്മൾക്ക് നിങ്ങൾ തീരുമാനിക്കുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക. എന്താ കാരണം വെച്ചാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചോദ്യങ്ങളോടെ പറയാൻ ശ്രമിക്കരുത്. നിങ്ങൾ ചില കാര്യങ്ങളിൽ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുക. ഞാൻ ഇൻവേർട്ടർ കോമ ഇട്ടത് വളരെ ബോധപൂർവ്വമാണ്, നിങ്ങൾക്ക് മനസ്സിലായില്ല. എന്താ കാരണം സംസാരിക്കുമ്പോൾ ഇൻവേർട്ടർ കോമ ആൾക്കാർക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇൻവേർട്ടർ കോമ എന്ന് പറഞ്ഞത്.